ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഹേമ മാലിനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർക്കുള്ളിൽ അരഗൻസ് മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹേമ മാഡം, ഇത്രയ്ക്ക് നിഷ്കളങ്കമായ മനോഹരമായ ഒരു മുഖമാണ് താങ്കൾക്കുള്ളത്. കാണുന്നവർക്ക് താങ്കൾ ഒരു സൗത്ത് ഇന്ത്യൻ ലേഡിയാണ്, അതുകൊണ്ട് കൂടുതൽ ദേഷ്യപ്പെടില്ല. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് താങ്കളുടെ ഉള്ളിൽ ഒരു വലിയ അരഗണ്ട് ഉണ്ടെന്നാണ്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? താങ്കൾ സീതയല്ല, കാണാനാണ് സീതയെ പോലുള്ളത്, പക്ഷേ ഉള്ളിൽ ഗീത. ചിലപ്പോഴൊക്കെ ആ ഒരു ഇമേജ് അത്യാവശ്യമാണ്. താങ്കളുടെ സിനിമകൾ ഹിറ്റായ സമയത്ത്, അതായത് ജോണി മേരെ നാം ഹിറ്റായപ്പോൾ, സീത ഗീത അത് ഹിറ്റായപ്പോൾ, താങ്കളുടെ ലിവിംഗ് റൂമിൽ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ടെന്ന് കേട്ടു. നൂറുകണക്കിന് പ്രൊഡ്യൂസേഴ്സ് താങ്കളുടെ ഡേറ്റിന് വേണ്ടി അവിടെ കാത്തിരിക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ താങ്കൾ റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് നേരെ കാറിലേക്ക് കയറി ആരെയും നോക്കാതെ പോകുന്നതാണ് ഞാൻ അറിഞ്ഞത്. അത് സത്യമാണോ? ഞാൻ എന്താ നോക്കേണ്ടിരുന്നെന്ന് വെച്ചാൽ അവിടെ വേറൊരു പ്രൊഡ്യൂസർ വെയിറ്റ് ചെയ്യാണ്. ഞാൻ എത്തിയില്ലാന്ന് വെച്ചിട്ട് എന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണ്ടേ. പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ വലിയ വലിയ സ്റ്റാറുകൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങുന്നു, അങ്ങനെയുള്ള സമയങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി താങ്കൾ പോകാറുണ്ട്. അങ്ങനെയുള്ള കഥകളും കേൾക്കുന്നു. ദേവ് സാർ ഒരു സിനിമ ചെയ്തു, സീനത്ത് അമ്മനോടൊപ്പം. ആ പടം ശരിക്കും ഓടിയില്ല. ആ സമയത്ത് താങ്കൾ അവരോടൊപ്പം ഒരു സീൻ ആക്ട് ചെയ്ത് സഹായിച്ചു. ഏതൊക്കെ ഫിലിം എനിക്ക് വരുന്നോ അതില് ഉള്ള ഹീറോസ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നൊന്നും ഞാൻ ഒരിക്കലും നോക്കാറില്ല. എന്തെന്നാ ഞാൻ അത് സൈൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. പിന്നെ പടം ഹിറ്റാവുന്നോ ഇല്ലയോ അതൊക്കെ സെക്കൻഡറി അല്ലേ. പിന്നെ അവരുടെ കരിയറൊക്കെ ഡൗൺ ആവുന്നു, അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യും. ഞാനിത് ദൈവമൊന്നും അല്ലല്ലോ, അതൊക്കെ അങ്ങ് നടക്കുന്നതാണ്. അത് ആരായാലും ശരി, ഞാൻ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. അതായത് ആരുടെയൊക്കെ കരിയർ താഴേക്ക് ഇറങ്ങി. ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അങ്ങനെയായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്, പക്ഷേ അതല്ല യാഥാർത്ഥ്യം. അപ്പോ ഇന്ന് ബാഗ്വാൻ അമിതാഭ് ബച്ചന്റെ പടം സൂപ്പർ ഹിറ്റ് ആകുകയാണെങ്കിൽ ആ ക്രെഡിറ്റും താങ്കൾക്ക് തന്നെ ആയിരിക്കും വന്നു ചേരുന്നത്. അങ്ങനെയാണോ? എന്നാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നോക്കൂ, ബാഗ്വാൻ ചിത്രത്തിൽ എന്താന്ന് വെച്ചാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ രണ്ടുപേരെയും സ്ക്രീനിൽ ഒരുമിച്ച് കണ്ടതാ. അത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കഥ എന്താന്ന് വെച്ചാ, അതായത് ഒരു പക്ഷെ കഥ നല്ലതല്ലെങ്കിൽ ഫിലിം ഒരിക്കലും ഹിറ്റാവില്ല. കഥ വളരെ നല്ലതായിരുന്നു. അതായത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, കുട്ടികളൊക്കെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, പ്രധാനമായിട്ടും ഫോറിൻ കൺട്രീസില്, ഇതൊക്കെ ഉൾപ്പെട്ട കഥയായിരുന്നു അത്. പിന്നെ അതിൽ നമ്മൾ രണ്ടുപേരും, ഞാനും അമിതാഭ് ബച്ചൻ സാറും, നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്തു. ആ ഫിലിം നടന്നു. അതാണ് ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായത്. അതൊരു പുതുമ നിറഞ്ഞ വിഷയമായിരുന്നു. അത് പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്തു. ആ സിനിമയാണ് കുട്ടികളെ അടിച്ചു പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചത്. അടിച്ചു പിടിച്ചൊക്കെ. പിന്നെ ബാഗ്വാന്റെ 3D കൂടി മേടിച്ചുകൊണ്ട് പോവുമായിരുന്നു കുട്ടികളൊക്കെ. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. ഒരു വലിയ സ്ഥലത്ത് വന്നൊരു സന്തോഷം. കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ നല്ല കാര്യമല്ലേ. ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു ഈ ഫിലിമിൽ വർക്ക് ചെയ്തേന്. അത് മാത്രമല്ല, ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഇത് വളരെ നല്ലൊരു മെസ്സേജാണ്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജ്. ഒരു രഹസ്യം താങ്കളോട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ കാര്യം അറിയാവൂ. അമിതാഭ് ബച്ചനോടൊപ്പം ഏത് സ്റ്റാറിനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുവോ, അതായത് ഷാറുഖ് ഖാൻ, അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ചാൻസ് താങ്കളാണ് നൽകിയെന്ന് കേട്ടു. അതെ അതെ. ദിൽ ആസ്ന എന്ന പടം ഞാൻ ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ ഞാൻ ഹീറോയെ നോക്കുമായിരുന്നു. ആ സമയത്താണ് ടെലിവിഷനില് അദ്ദേഹത്തിന്റെ ഒരു സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫൗജി. അതായത് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഹി വാസ് സോ സ്വീറ്റ്, സോ നൈസ്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നല്ല കാണാൻ ഭംഗിയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു ഈ പയ്യൻ മതി എന്റെ സിനിമയ്ക്കെന്ന്. അതായത് സിനിമ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബോംബെയിലേക്ക് വന്നു. പകുതി കാര്യം താങ്കൾ മറന്നു. ആ കാര്യം ഞാൻ പറയാം. ഷാരൂഖ് ഖാന് ഞാൻ ഹേമ മാലിനിയാണ് സംസാരിക്കുന്നത് പറഞ്ഞ് താങ്കൾ സംസാരിച്ചത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം എന്നെ പറ്റിക്കില്ല എന്ന് താങ്കളോട് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. പിന്നെ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം വന്നു. ഞാൻ സ്റ്റോറിയൊക്കെ നറേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ധരംജി വന്നപ്പോ അദ്ദേഹത്തോടും പറഞ്ഞു ഈ പയ്യനാണ് നമ്മുടെ ഫിലിമില് ഹീറോ ആയിട്ട് വരാൻ പോകുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. കാര്യം പറയൂ ഹേമ മാഡം. എന്നെക്കാളും നന്നായിട്ട് താങ്കൾക്കെല്ലാം അറിയാലോ. എനിക്കൊന്നും സമയം പോകുന്തോറും ഞാൻ അതിനെക്കുറിച്ച് മറന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം. ഷാരൂഖ് ഖാന്റെ മുടി നല്ല നീളമുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തിനെ തന്നെ മറയ്ക്കുന്നതായിരുന്നു.
അത് സത്യമാണ്. ആ വളരെ ശരിയാണ്. അത് മാത്രമല്ല ഞാൻ എന്റെ മേക്കപ്പ് മാനോട് പറഞ്ഞു ആ മുടി കുറച്ച് പുറകോട്ട് എടുത്തിടാൻ. അപ്പൊ മുഴുവൻ ജെല്ലൊക്കെ തേച്ചിട്ട് അത് മുഴുവൻ ബാക്കിലോട്ട് ഇങ്ങനെ ആക്കി. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ വളരെ ഡിഫറെന്റ് ആയിരുന്നു. 2 ഡിഫറെന്റ് ഫേസാ കാണാൻ പറ്റിയത്. അതായത് മുടിയൊക്കെ മുന്നിലോട്ട് ആ ഒരു ലോക്കൽ പയ്യനെ പോലെ കാണാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ മുടി ബാക്കിലോട്ട് ആക്കിയ ഫുൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട്. പക്ഷെ എനിക്ക് വേണ്ടത് ആ സോഫിസ്റ്റിക്കേറ്റഡ് ലുക്കായിരുന്നു. പിന്നെ നമ്മൾ പൂജയൊക്കെ ചെയ്തു, ഫിലിം സ്റ്റാർട്ട് ചെയ്തു. താങ്കൾ ഒരു ഡയറക്ടറായിട്ടുള്ള സമയത്ത് ഷാരൂഖ് ഖാൻ താങ്കളെ ആക്ടർ എന്നുള്ള രീതിയിൽ ശരിക്കും കഷ്ടപ്പെടുത്തിയോ? ഒരിക്കലും ആരും ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല എന്റെ കുട്ടികൾ ആ സമയത്ത് വളരെ ചെറുതായിരുന്നു, ഇഷയും അഹാനയും. എന്താന്ന് വെച്ചാൽ രാത്രി പിന്നെ ഫുൾ ഹോംവർക്ക് ചെയ്യണമായിരുന്നു, പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായിട്ടുള്ള. അതിനുവേണ്ടി എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പം ധരംജി എന്നെ പറയും ഞാൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തോളാം, ഏതൊക്കെ ഷോട്ടാ എടുക്കേണ്ടേ. പിന്നെ കുറച്ച് ഷോട്ടൊക്കെ അദ്ദേഹം എടുക്കുമായിരുന്നു. ഇന്ന് ഷാരൂഖ് ഖാൻ ഇത്രയും വലിയൊരു സ്റ്റാർ ആയതിന് താങ്കൾക്കും ഒരു വലിയ ക്രെഡിറ്റ് ഇല്ലേ? എനിക്കൊരു ക്രെഡിറ്റിന്റെ ആവശ്യമില്ല. എന്തെന്ന് വെച്ചാ അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. തോന്നി അദ്ദേഹം ഫിലിമിന് നന്നായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഫിലിമിന് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ബിഗ് സ്റ്റാർ ആയി. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ സക്സസിൽ ഒരു ചെറിയ പാർട്ട് ആവാൻ സാധിച്ചതിൽ. മാഡത്തിനോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, മാഡത്തിന്റെ ആ ഒരു ഡ്രീം ഗേൾ എന്നുള്ള ഇമേജ് ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ സീക്രട്ട് എന്താണ്? അങ്ങനെ തോന്നിയോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്? താങ്ക് യു സോ മച്ച്. ഞാൻ അതിന് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്റ്റേജിന് മുന്നിൽ വരണം. പിന്നെ സ്റ്റേജിന് മുന്നിലേക്ക് വരണമെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി എത്രത്തോളം എക്സസൈസ് ചെയ്യണോ, യോഗ ചെയ്യണോ, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും എല്ലാം ഞാൻ നല്ല ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കിട്ടുന്നതെല്ലാം കഴിക്കാറും കുടിക്കാറില്ല. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മെയിൻലി ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ്. മാഡം, കോടിക്കണക്കിന് സ്ത്രീകൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ ഈ ഉത്തരം അവർക്ക് ഒരിക്കലും തൃപ്തി നൽകില്ല. അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഈ പ്രായം വരുന്ന സമയത്ത് കാണാൻ താങ്കളെപ്പോലെ ഉണ്ടാകണമെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? എല്ലാരും ഡാൻസ് ചെയ്യ. ആരൊക്കെ ബാക്ക് ബാങ് സിനിമ കണ്ടോ അവര് പറഞ്ഞ കാര്യം ഇപ്പോൾ ഉള്ള യങ് ഹീറോയിൻസിനെ പോലും ഹേമ മാലിനി മാഡം ബീറ്റ് ചെയ്യുമെന്നാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചിലപ്പോ ഫോട്ടോഗ്രാഫി വളരെ നന്നായിട്ടുണ്ടായിരുന്നു.